നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയുടെ മണ്ണിൽ വീണ്ടും ഒരു ക്രിക്കറ്റ് മാമാങ്കവുമായി എഴുകോൺ വാമോസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വാമോസ് പ്രീമിയർ ലീഗ് സീസൺ 2 ഇന്നലെ കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. 3 ദിവസമായി നടക്കുന്ന ഈ പ്രീമിയർ ലീഗിൽ കൊട്ടാരക്കരയിൽ നിന്നുള്ള 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് 44,444 രൂപയും, രണ്ടാം സമ്മാനം 22,222 രൂപയും, മൂന്നാം സമ്മാനം 11,111 രൂപയും, നാലാം സമ്മാനം 8,888 രൂപയുമാണ് ഫൈനലിലെത്തുന്ന 4 ടീമുകൾക്ക് ലഭിക്കുന്നത്. കൊട്ടാരക്കര ബോയ്സ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന എഴുകോൺ വാമോസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വാമോസ് പ്രീമിയർ ലീഗ് സീസൺ 2 രണ്ടാം ദിനമാണ്. ഡിസംബർ 23, 24, 26 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പ്രീമിയർ ലീഗിൽ കൊട്ടാരക്കരയിൽ നിന്നുള്ള 16ഓളം ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഒന്നാം സമ്മാനമായി 44,444 രൂപയും, രണ്ടാം സമ്മാനമായി 22,222 രൂപയും, മൂന്നാം സമ്മാനമായി 11,111 രൂപയും, നാലാം സമ്മാനമായി 8,888 രൂപയുമാണ് 4 ടീമുകൾക്ക് അവസാനം ഫൈനലിലെത്തുന്ന 4 ടീമുകൾക്കായി നൽകുന്നത്. അതുപോലെ തന്നെ 4 പൂളുകളായി നടക്കുന്ന ഈ പ്രീമിയർ ലീഗുകളിൽ കൊട്ടാരക്കരയിൽ നിന്ന് 15 കിലോമീറ്റർ ബേസ് ചെയ്ത് കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി പ്ലേയേഴ്സുകൾ മത്സരിക്കുന്ന ഒരു ടൂർണമെൻറ്റ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാമോസ് പ്രീമിയർ ലീഗ് സീസൺ 2 അദ്ദേഹത്തിൻ്റെ പേര് മാറനാടുള്ള ഗോപാൽജി എന്നാണ്, അതായത് ജയകൃഷ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗോപാൽജി എന്ന വിളിപ്പേരുള്ള ഇദ്ദേഹം കേരളക്കരയിലെ എല്ലാ നിരവധി വടംവലി മത്സരങ്ങളിൽ അതുപോലെ തന്നെ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിലെല്ലാം തന്നെ ഇദ്ദേഹമാണ് അനൗൺസ്മെൻറ്റിനായി പോകുന്നത്. തീർച്ചയായും ഇദ്ദേഹത്തിന് നമ്മുടെ വാമോസ് പ്രീമിയർ ലീഗ് സീസൺ 2 ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഈ വാമോസ് പ്രീമിയർ ലീഗിൻ്റെ ഫസ്റ്റ് സീസൺ നടന്നത് എഴുകോൺ പഞ്ചായത്തിൽ SNG സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിസ്ഥലമില്ല. യുവാക്കൾക്കാണെങ്കിലും വൈകിട്ടൊരു 1 മണിക്കൂർ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളിസ്ഥലമോ മറ്റു കാര്യങ്ങളോ ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു സൗകര്യം ഉണ്ടാക്കി തന്നിട്ടില്ല. ആകെയുള്ളൊരു സൗകര്യം എഴുകോൺ SNG സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടായിരുന്നു. ആ സ്കൂൾ ഗ്രൗണ്ട് ഇപ്പോൾ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പുറത്ത് അവർ ടർഫ് കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് ടർഫ് പണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകെ ഉണ്ടായിരുന്നൊരു കളിസ്ഥലം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ കൊട്ടാരക്കരയിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മൾ ഈ സീസൺ 2 ഈ വട്ടം നമ്മൾ കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയുണ്ടായി. ഇതിന് ബോയ്സ് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നല്ല ഒരു സമീപനമായിരുന്നു. കാരണം അവർ ഗ്രൗണ്ട് നമുക്ക് 3-4 ദിവസത്തേക്ക് വിട്ടു തരികയും നമുക്ക് വേണ്ടുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ശശിധരൻ പിള്ള സാറിന് നന്ദി അറിയിക്കുകയാണ്. ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിനി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊട്ടാരക്കര ഭാഗത്തുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ വളരെ വലിയൊരു സഹായമാണ് നമുക്ക് ഈ ലീഗിനെ നടത്തിപ്പിനായിട്ട് കിട്ടിയിട്ടുള്ളത്. പേരെടുത്ത് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഷംനാഥ്, ഈ പറഞ്ഞ വരുണ്, അതേപോലെ തന്നെ നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ തന്നെ GNBL ഗണേഷ് മെമ്മോറിയൽ പ്രീമിയർ ലീഗിൻ്റെ ഒരു ഫ്ലഡ് ലൈൻ മാച്ച് കൊട്ടാരക്കരയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഫ്ലഡ് ലൈൻ മാച്ച് അങ്ങനെ നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് എനിക്ക് വരുന്ന ജനുവരി 12, 13, 14 തീയതികളിലായിട്ടാണ് അതും നടത്തുന്നത്. അതിനും നമ്മൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ അവസരത്തിൽ. ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. താങ്ക് യു.